ഹലോ, നമസ്കാരം. എല്ലാവർക്കും നോർവേ മച്ചാൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നോർവേ മച്ചാൻ. ഇതിപ്പോൾ ഇവിടെ രാത്രി 10 മണിയായി. ഇപ്പോഴും ഒരുവിധം സൂര്യനൊക്കെ ഉണ്ട്. നാട്ടിലെ ഏകദേശം ഒരു 5 മണി ആയ ഒരു ലാഞ്ചനയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നല്ലപോലെ ടയർഡാണ്. ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ സമാനത്തോടെ ഇരുന്നൊരു ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതി. ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോർവേയിലെ വിസയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തികച്ചും നിർബന്ധിതനായി തീരുകയാണ്. നേരത്തെ ആ വീഡിയോ ചെയ്തത്, അതായത് ഇവിടുത്തെ അൺസ്കിൽഡ് ജോബ് വിസ, അതിനെപ്പറ്റി ഒരു സ്കാം നടത്തുന്നതായിട്ട് പിന്നെ അതിൻ്റെ ഇടാനുണ്ടായ കാരണം, എന്നെ പലരും ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടി, ഞങ്ങൾക്ക് അവിടുന്ന് ആളുകൾ വിളിക്കുന്നു, ഞങ്ങൾ പൈസ കൊടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പലരും കോണ്ടാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ പല ആളുകൾ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ വിസ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്തു, ഞങ്ങൾ മുഴുവൻ പൈസ കൊടുത്തു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നാലും അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ എന്തോ ഒരു വൈമുഖ്യം പോലെ. ഈ നമ്മുടെ നാട്ടിൽ പണ്ടല്ല ഇപ്പോഴും ഒക്കെ ഇപ്പം അപ്പനും അമ്മമാർ പറയും, ഇപ്പം നല്ല സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ അവൻ്റെ കൂടെ നടക്കണ്ട, അവന്മാർ കള്ള് പിടിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുക, അതുകൊണ്ട് അവന്മാർ നിങ്ങളെ ചതിക്കുക, അല്ല അവരുടെ കൂടെ പോയാൽ ശരിയാവത്തില്ല. അങ്ങനെ പേരൻസ് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമാണെങ്കിൽ അവൻ്റെ കൂടെ നടക്കില്ല, അവളുടെ കൂടെ നടക്കില്ല, അത് ചതിക്കും. പക്ഷെ അത് നമുക്കോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. ഇവൻ തെളിവ് സഹിതം വെച്ചാൽ പോലും നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ്. ഇപ്പം പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു, സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഫിഷ് ഫാക്ടറി, ചീസ് ഫാക്ടറി, കെയർ ഹൗസിൻ്റെ വർക്ക്, അങ്ങനെ പല ടൈപ്പിലുള്ള ജോബിൻ്റെ ഓഫറുകളുണ്ട്. ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലരും കോണ്ടാക്ട് ചെയ്തു. പല കേസുകളിൽ ഞാൻ നേരിട്ട് അന്വേഷിച്ചു. ചില കേസുകളിൽ ചിലർ ഇന്ത്യയിലുള്ള നോർവേ എംബസി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത ആളുകളെ പറ്റി എനിക്കറിയാം. അങ്ങനെ അവരിൽ നിന്ന് വിവരം ശേഖരിച്ചു. അങ്ങനെ പലരിൽ നിന്നും നേരിട്ടും ഒക്കെയും ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരോട് നേരിട്ട് പറഞ്ഞു കൊടുത്താൽ സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാലും അവർക്ക് അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഞാനിതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്, എന്താണ് പ്രശ്നം? സ്വാഭാവികമായിട്ടും ഈ കോണ്ടാക്ട് ചെയ്ത പലരും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആയിട്ട് ശതമാനം ആളുകളും, ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലുള്ളവരാണ്. കടം വാങ്ങിച്ചും ആധാരം പണയം വെച്ചും ലോൺ എടുത്തും ഒക്കെയാണ് ഇവർ ഈ പൈസ കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് വല്ലാണ്ട് തകരുകയാണ്. അല്ലാതെ നിങ്ങൾ നോർവേയിലോട്ട് കയറി വന്ന് രക്ഷപ്പെട്ടു പോലോ എന്ന് കണ്ടിട്ട് എനിക്ക് അസൂയ മൂത്തിട്ട് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ നിങ്ങളെ അത് തടുത്തു നിർത്തുക, അതല്ല എൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട്, ഇതിങ്ങനെ കബളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഉള്ള ഒരു മാനുഷിക ഒരു പരിഗണന വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഞാൻ മുഖം എന്തുകൊണ്ട് മറച്ചു വെച്ചു, എങ്ങനെ വിശ്വസിക്കും, അങ്ങനെയും ചിലരുണ്ട്. അത് അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. ഒരാളല്ല, പലരും അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ മുഖം മറച്ചു വെച്ചോ അല്ലെങ്കിൽ എൻ്റെ പേരെന്തോ, അതിനെക്കാട്ടിലൊക്കെ ഞാൻ പറയുന്ന വസ്തുതയിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ കള്ളമുണ്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചാനൽ കുറച്ചൊന്ന് ഡിഗ് ചെയ്താൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതിനെക്കുറിച്ച് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനെ അധികമായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളതാണെങ്കിൽ ചാനൽ കുറേ ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൂ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ,
അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ പറഞ്ഞു എന്താന്ന് വെച്ചാൽ, ഈ എത്ര അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന വിവരമൊക്കെ ആയിട്ട് ചിലർ ഏജൻസിക്കാരെ വിളിക്കും, അല്ല നേരിട്ട് പോവും. പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോഴത്തേനും പിന്നെയും അവരാ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങായെ പോലെ ഇരിക്കുന്നത് കൊണ്ട്, ഈ ഏജൻസിക്കാരെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങായെ പോലെ ആയതുകൊണ്ട് ഇവർ ചില അടവുകൾ അങ്ങോട്ട് ഇറക്കും. അപ്പോഴത്തേന് അതിലകത്തും വീഴും. കാരണം ഈ തട്ടിപ്പിൽ പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം ആളുകളും വളരെ ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ഇരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്ത് പറഞ്ഞാലും അവരുടെ തലയിലോട്ട് കയറത്തില്ല. അങ്ങനെയുള്ളവരെ പറ്റിക്കാനും വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിൽക്കക്കള്ളിയില്ലാതെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് എന്ത് പറഞ്ഞു വന്നു കഴിഞ്ഞാലും അതിനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നുള്ള നിങ്ങളൊരു ഉറച്ച തീരുമാനം ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് ഇവർക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ട് ഇവരെ ചെയ്യുന്നത്. ഇവർ ഒരാളെ അല്ലേ പറ്റിക്കുന്നത്, ഇങ്ങനെ പലരെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു ഈസി ജോബാണ്. പിന്നെ ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ. ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ ഞാനിവിടെ അന്തം വിട്ടുപോയി. ഒരു കൂണുകൾ പോലെയാണ് ഈ നോർവേയിലേക്കുള്ള ജോബ് വിസ എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലും അവിടെ ഇവിടെയും വേറെ ഡൽഹിയിലും അവിടെയും ദുബായിലും ഒക്കെ ഈ ഏജൻസികൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും കള്ളന്മാരാണോ, എല്ലാവരും പറ്റിക്കുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണൊരു പ്രശ്നം. ഇങ്ങനൊരു ജോബ് വിസ ഇവിടെ ഇല്ലെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ചെയ്യുന്നവരെല്ലാം കള്ളന്മാരാണോ, അതോ ഇനി ഇവിടെങ്ങാണോ ഇരുന്നിട്ട് ചെയ്യുന്നവർ ഈ ഏജൻസിക്കാരെ മൊത്തം പറ്റിക്കുന്നതാണോ? ഐ ഡോണ്ട് നോ. പക്ഷേ എന്നാലും ഈ ആളുകളെ, പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇങ്ങനെ ആളുകളെ പറ്റിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം തൊണ്ടെന്ന് ഇറങ്ങുമോ? എനിക്കറിയാനായിട്ട് ചോദിക്കുക. ഇവരുടെ കണ്ണുനീരും ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയും കഷ്ടപ്പാടിൻ്റെയും പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ പൈസ നിങ്ങൾ വാങ്ങിച്ചെടുത്തിട്ട് അതിൻ്റെ ഫുഡ് വാങ്ങിച്ചിട്ട് ഞം അടിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടേന്ന് ഇറങ്ങുമോ? എനിക്കറിയാനായിട്ട് ചോദിക്കുക. തൊണ്ടേന്ന് ഇറങ്ങുമോ? ആയിരുന്നു. പണ്ടൊക്കെ ഗൾഫിലൊക്കെ ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ യൂറോപ്പിലേക്ക്, സ്കാൻഡിനേവിയ അവിടേക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഈ വീഡിയോ ചിലപ്പോൾ ഒരു എൻ്റെ റാൻഡാണ്. ചിലപ്പോൾ നീണ്ടുപോയേക്കാം. ചിലപ്പോൾ ഞാൻ 2-3 പാർട്ടാക്കി ഇടേണ്ട വരുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും മെനക്കെടാനൊന്നും വയ്യ. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാത്തിനും ഞങ്ങൾ വിളിച്ച് പറയുകയാണിപ്പോൾ. കേരളത്തിൻ്റെ വെളിയിലുള്ള നോർവേയിലെ അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് രാജ്യങ്ങളിലോട്ട് പോകാൻ നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് നോർവേ സ്വപ്ന ഭൂമിയാക്കി വെച്ചിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. എല്ലാവരോടും അറിയാൻ വേണ്ടിയിട്ടായി പറയുന്നത്. ഇതിൻ്റെ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുറേ യൂട്യൂബേഴ്സ്, കുറേ സഞ്ചാരികൾ, അവരുടെ പ്രശ്നമുണ്ട്. അവർ നല്ല രാജ്യങ്ങൾ സന്ദർശിച്ച് നല്ല കാര്യങ്ങൾ ആളുകളുടെ പറയാനുള്ള ഒരു ഇൻറ്റൻഷനാണ് സത്യം. പക്ഷെ അവർ ഈ പറയുന്ന വീഡിയോയിലൂടെ ഈ ഇവിടെയൊക്കെയുള്ള എല്ലാ പോസിറ്റീവും ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് ഒരു സ്വപ്ന ലോകം അങ്ങോട്ട് ആളുകളുടെ മുമ്പിൽ വരച്ചിടുകയാണ്. സത്യമാണ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നോർവേ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വളരെ അടിപൊളി രാജ്യമാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്, എന്നാലും വളരെ അടിപൊളി സ്ഥലമാണ്. ഇവിടെ അങ്ങനെ പല ബെനിഫിറ്റ്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ബെനിഫിറ്റ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ് കമ്പയർ ടു മറ്റു പല കൺട്രീസ് നോക്കുമ്പോൾ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതുപോലെ അങ്ങോട്ട് കോടിക്കണക്കിന് ആളുകൾ അങ്ങോട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, അതല്ല എൻ്റെ മെയിൻ വിഷയം. ഞാൻ ജസ്റ്റ് പറയുമായിരുന്നു.
അപ്പം ഇങ്ങനെ ഇതൊക്കെ വരച്ചിട്ട് കാണുമ്പോൾ ആളുകൾക്ക് കാണുന്നവർക്ക് എങ്ങനെയാലും അവിടെ പോയാൽ മതിയല്ലോ, അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നു അങ്ങനെ തോന്നും. അപ്പം അവരുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് അങ്ങ് വീണ് പോകും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു നിൽക്കക്കള്ളി ഇല്ലാത്ത അല്ലെ സാമ്പത്തികമായിട്ട് എങ്ങനെയും ഒന്ന് ഒരു പച്ച പിടിച്ചാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ കുറേ ഓഫറായിട്ട് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് വീണ് പോവും. അത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങൾ ചിലർ ഇത് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് അത് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ളവരെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ അതിനകത്ത് നമ്മളുള്ള സത്യാവസ്ഥ പറഞ്ഞു തരുമ്പോൾ അത് പിന്നെ അതിനകത്ത് മനസ്സിലാക്കാൻ എന്താണ് പിന്നെ അല്ലെ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടല്ലേ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചത് അല്ലേ? ഞാനിവിടെ ഒരു വിസ ഏജന്റ് നടത്തില്ല, ഞാൻ ആരെ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ സ്വന്തം ചോരയിലുള്ള എൻ്റെ അനിയനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും വിസയിലൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അനിയനെ കൊണ്ടുവന്നേനെ. എൻ്റെ അനിയനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇവിടെ അങ്ങനെ വിസയുണ്ട് ഇങ്ങനെ വിസയുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ശുദ്ധ കള്ളത്തരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അൺസ്കിൽഡായിട്ട് ഒരു ജോബ് ഓഫറും നോർവേ വെളിയിൽ നിന്നുള്ളവർക്ക് കൊടുക്കുന്നില്ല. നോർവേയുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വിദേശത്തു നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, മൈഗ്രേഷൻ, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് UDI എന്ന ഒരു അതോറിറ്റിയാണ്, മിനിസ്ട്രിയാണ്. അവിടെ വെബ്സൈറ്റിൽ പോയി വായിച്ചു നോക്കാം. നോർവേയിലേക്ക് ഇന്ത്യൻ സിറ്റിസൻ്റെ ജോബ് ഓഫർ അല്ലെങ്കിൽ പിന്നെ മൈഗ്രേഷൻ്റെ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്ന് അതൊന്ന് വായിച്ചു നോക്കാം. വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും അൺസ്കിൽഡ് ജോബ് ഓഫർ അല്ലെങ്കിൽ അൺസ്കിൽഡ് ആളുകൾക്കുള്ള വിസ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യാം. UDI.no UDI. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ നോക്കാം. അത് ഇംഗ്ലീഷിൽ, നോർവീജിയനിലായിരിക്കും, ഇംഗ്ലീഷിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വായിക്കാം. അപ്ലൈ ഫോർ മൈഗ്രേഷൻ എന്നുള്ളത് എടുത്തിട്ട് ജോബ് അത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ക്രൈറ്റീരിയ നോക്കാം. എവിടെ നിന്നാണ്, ഏത് സിറ്റിസൺ ആണെന്ന് കൊടുപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ അങ്ങനെ കൊടുത്തു വരുമ്പോൾ നിങ്ങൾക്കത് കാണാം. അൺസ്കിൽഡ് എന്ന് പറയുന്ന ഒരു സംഭവമേ അവിടെ ഇല്ല. സ്കിൽഡ് വർക്കേഴ്സ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു ഓപ്ഷനേ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ കെയറേഴ്സ് ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ ഒക്കെ. പിന്നെ ആകെയുള്ള സീസണൽ വർക്കാണ്. ഈ ഫാമിൽ വർക്ക് ചെയ്യുക, സ്ട്രോബെറി പ്ലക്ക് ചെയ്യുക, അതൊക്കെ 2-3 മാസങ്ങൾക്ക് മാത്രമുള്ള ജോബാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് മാറ്റി വേറെ വിസയാക്കി ഇമാതിരി പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല. തരികിടയാണ്, അത് കള്ളത്തരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറെ കൂടെ പറയാനുണ്ട്, അതിനിപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിലിടാം.